നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ന്യൂസ് 3യും ഉള്ളത്. 10ാം ക്ലാസ്സും പ്ലസ് ടുവിൻ്റെ ഒക്കെ റിസൾട്ട് അറിഞ്ഞിരിക്കുകയാണ് നമ്മൾ. പലരും പലവിധ കോഴ്സുകളിൽ ചേർന്നിട്ടുണ്ടാകും ഇതിനോടകം. ഇനിയും ചിലരൊക്കെ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്ന ആശങ്കയിലുമാകും. അവർക്കെല്ലാമുള്ള സംശയങ്ങൾ തീർക്കാനും കൂടുതൽ കോഴ്സുകളെക്കുറിച്ച് അറിവ് പകരാനുമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കരിയർ കോച്ചും കോമ്പറ്റീഷൻ എക്സാം ട്രെയിനറുമായ രമ്യ ഗിരിജയാണ്. ഇത് കാണുന്ന മാതാപിതാക്കൾക്കും കുട്ടികൾക്കും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാം. തത്സമയം വിളിക്കേണ്ട നമ്പർ 047135422100. സ്വാഗതം രമ്യ. താങ്ക് യു. നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടാകും. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ചില ആശങ്കകളൊക്കെ പലർക്കും ഉണ്ടാകും. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് തീർത്ത് കൊടുക്കാം. നമുക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങാം. ഈ 10ാം ക്ലാസ് എപ്പോഴും നമ്മൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ടേണിംഗ് പോയിന്റ് ആണ്. ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് ആണ് 10ാം ക്ലാസ്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് കിട്ടണം. മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷിതാക്കൾ എപ്പോഴും ഒരു സ്ട്രീം സെലക്ട് ചെയ്യുന്നത് ജോലി കിട്ടാൻ എളുപ്പമുള്ള അല്ലെങ്കിൽ ഇനി ഇത് ജോലി എന്നുള്ള രീതിയിലായിരിക്കും സെലക്ഷൻ ഉണ്ടാവുക. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് എത്രത്തോളം നല്ലതാണ്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ പാരൻസിൻ്റെ എല്ലാവരുടെയും ഒരു ആശങ്കയാണ് ഇത് കഴിഞ്ഞ് ഏത് സ്ട്രീമിലേക്ക് കുട്ടിയെ വിടണം എന്നുള്ളത്. ഇപ്പം നമുക്കറിയാം സയൻസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. ഇപ്പോൾ സബ്ജക്ട്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്കുണ്ട്. അപ്പം ഇതിൽ ഏത് സബ്ജക്ട്സ് എടുക്കണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനുമാണ്. പിന്നെ കൂടുതൽ ആൾക്കാരും കുട്ടികളെ കമ്പൽ ചെയ്യുന്നത് സയൻസ് സബ്ജക്റ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് അതിന് ജോലി സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളൊരു ധാരണയിലാണ് കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കാതെ നമ്മൾ ഈ സബ്ജക്റ്റുകളിലേക്ക് കുട്ടികളെ തള്ളിവിടുന്നത്. അപ്പോൾ ഇത് കാണുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ സബ്ജക്റ്റുകൾക്കും ഇന്ന് ജോലി സാധ്യതകളുണ്ട്. കുട്ടികൾക്ക് അവർക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ നൽകണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ 10ാം ക്ലാസ് കഴിയുമ്പോൾ എന്ത് പഠിക്കണം, 10ാം ക്ലാസ് കഴിയുമ്പോൾ എന്നല്ല, എപ്പോഴും ഒരു കുട്ടിയുടെ വളർച്ചയ്ക്കിടയിൽ ഏത് രീതിയിൽ തിരിച്ചുവിടണമെന്നൊക്കെയുള്ള ഒരു ആശങ്ക രക്ഷകർത്താക്കൾക്കും ഉണ്ടാവും. അതേസമയം കുഞ്ഞുങ്ങൾക്ക് ആ സമയത്ത് വലിയൊരു ആശങ്ക ഉണ്ടാവില്ല. കാരണം നന്നായി അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് തുടങ്ങുന്ന ഒരു സമയമായിരിക്കില്ല. നമ്മുടെയൊക്കെ കാലത്ത് ഒരു സമയത്ത് വരെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലെ പറഞ്ഞു തരാനുണ്ടാകും, ഇങ്ങനെ പോയാൽ നല്ല ജോലി കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ ഇതിലേക്ക് പഠിച്ചാൽ നല്ല ജോലി കിട്ടും. അല്ലാതെ ഒരു കരിയർ ഗൈഡൻസോ അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെ പോവാറേ ഇല്ല. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടിയൊക്കെ സീരിയസ് ആയി എന്ന് തോന്നുന്നു. രമ്യക്ക് എന്താണ് തോന്നുന്നത്? അങ്ങനെ രക്ഷിതാക്കളും കുട്ടികളും കുറച്ചുകൂടി സീരിയസ് ആയോ, ഗൗരവത്തോടെ കാണുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഒരു 15 years ആയിട്ട് ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ 15 years തന്നെ വളരെയധികം ചേഞ്ച് അടുത്ത കുറച്ച് കാലഘട്ടങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പണ്ട് നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നാട്ടിലോ നന്നായിട്ട് പഠിച്ചൊരു വ്യക്തിയോ അല്ലെങ്കിൽ ജോലിയുള്ള ഒരു വ്യക്തിയുടെ അടുത്താണ് നമ്മൾ ഗൈഡൻസിനായിട്ട് പോകുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ അല്ല. ഇന്ന് ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈവൻ NCERT, CBSE ഇവരൊക്കെ തന്നെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ ടെസ്റ്റുകൾ റിസർച്ച് നടത്തി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടെസ്റ്റുകളൊക്കെ തന്നെ കുട്ടികൾക്ക് സ്വയം ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് അവരുടെ ഓറിയൻറ്റേഷൻ. ഇല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെ ഗൈഡൻസോടുകൂടെ തന്നെ അവർക്ക് തിരിച്ചറിയാവുന്നതാണ്. പലതരത്തിൽ ഇന്ന് നമുക്ക് കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡുകൾ തിരിച്ചറിയാനുള്ള സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. ഈ 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം? അതായത് നേരത്തെ പറഞ്ഞു കുട്ടിയുടെ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാകണം മുന്നോട്ട് വിടേണ്ടത് എന്ന് പറഞ്ഞു. അത് ഈ താല്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ 10 വരെ പഠിക്കുന്ന സബ്ജക്റ്റുകളുടെ ഒരു ഇതും കൂടി ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, അതിന്റെ മാർക്ക് ചിലപ്പോൾ വരുന്ന അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കാം നമ്മൾ മുന്നോട്ട് പോകുന്നത്. എങ്കിലും 10 കഴിയുമ്പോൾ ഏതിലേക്ക് നമ്മൾ പ്രധാനമായും പോകണമെന്നുള്ള സെലക്ഷൻ അതെങ്ങനെയായിരിക്കും? ഈ 10ാം ക്ലാസ്സിൽ നമ്മുടെ കുട്ടികൾ സ്കോർ ചെയ്യുന്ന മാർക്ക് വെച്ചിട്ട് അവരെ ഒരു സ്ട്രീം സെലക്ട് ചെയ്യുന്നതിൽ എനിക്ക് ഇതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് കിട്ടുന്ന സപ്പോർട്ടിനനുസരിച്ചിട്ടാണ് മാർക്ക് സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഈ മാർക്ക് സ്കോർ ചെയ്ത സബ്ജക്റ്റിൽ ചിലപ്പോൾ കുട്ടിക്ക് ഉപരിപഠനത്തിന് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കുട്ടിയുടെ താല്പര്യം അതിലൊരു വലിയൊരു ഘടകമാണ്. കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് വേണം സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട്. അത് അതിലൊരു ക്രൈറ്റീരിയ, മാർക്ക് മാത്രമാണ് അതിലൊരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ കാണേണ്ടതില്ല. ഇപ്പം മാത്സിന് മാർക്ക് കൂടുതലുണ്ടാവാം, കാരണം കുട്ടി ട്യൂഷന് പോയിട്ടുണ്ടാകും, സ്കൂളിൽ അതിൻ്റേതായ റിവിഷൻസ് നടന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കണം അതിൽ കുട്ടിക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് കുട്ടി മാത്സ് എടുത്ത് പഠിക്കണം എന്ന് പറയുന്നത് ഒരു തെറ്റായ രീതിയാണ്.
ഇത് നമ്മളിപ്പോൾ ചേർന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ് കരിയർ ഗൈഡൻസ് പ്രകാരം തന്നെ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക, മുന്നോട്ട് പോകുന്നു. ഈ എപ്പോഴെങ്കിലും ഇത് പറ്റില്ല എന്ന് തോന്നുന്നിടത്ത് നമ്മൾ നീ ഇത്രയും നാൾ, അപ്പോൾ രക്ഷിതാക്കൾ പറയുന്നത് ഇത്രയും നാൾ പഠിച്ചത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ, ഇനി വേറൊരു സ്ഥാനത്തിലേക്ക് പോകണമെന്നൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു മാറ്റം അതെടുക്കുന്നതാണോ നല്ലത്? താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? അതോ കഷ്ടപ്പെട്ട് ഈ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് അത് തന്നെ തുടർന്നു പോകുന്നതാണോ നല്ലത്? ഞാൻ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും ഇന്നത്തെ കാലത്ത് അത് സപ്പോർട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് എടുത്ത് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പെർഫോമൻസ് അതിനനുസരിച്ച് താഴേക്ക് പോകും. അപ്പോൾ നമുക്ക് ഫർദർ സ്റ്റഡീസിന്, അതായത് ഗ്രാജുവേഷന് ആ സബ്ജക്റ്റുകളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. പിന്നെ ഉള്ളത്, നമ്മളിപ്പോൾ സയൻസ് എടുത്ത കുട്ടിയാണെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ കാണുന്ന മിക്ക കുട്ടികളിൽ ഒരു 50% കുട്ടികൾക്കും ആ സയൻസ് സബ്ജക്റ്റിനോട് താല്പര്യമില്ല. പക്ഷേ അവർ ജോലി സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ആ സയൻസ് എടുക്കുന്നത്. പിന്നെ കാണുന്ന മിക്ക കുട്ടികളും സയൻസ് കഴിഞ്ഞതിന് ശേഷം ഗ്രാജുവേഷൻ വേറെ സ്ട്രീമുകളിലേക്ക് തിരിയുകയാണ് ചെയ്യുന്നത്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് താല്പര്യമില്ല, അത് കാരണം വേറെ സ്ട്രീമുകളിലേക്ക് തിരിയുന്നു. ഇന്ന് മെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല ഓപ്ഷൻ ഉള്ളത്. ഒരു +2 കഴിഞ്ഞൊരു കുട്ടിക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് വരാം. അത് വിശദമായിട്ട് നമുക്ക് സംസാരിക്കണം. ഇപ്പോൾ ഒരു കോളർ ഉണ്ട് നമുക്ക്, അലൈന തൃശ്ശൂരിൽ നിന്നും. അലൈന, മാഡത്തിന് കേൾക്കാം, സംസാരിച്ചോളൂ. ഹലോ. അലീന പറയൂ. ഞാനിപ്പോ 10th കഴിഞ്ഞു. ഞാൻ CBSE ആയിരുന്നു. ഓക്കെ. അപ്പൊ ബയോളജിയാണ് എടുത്തേണത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ? ഞാനേ ഹലോ കേൾക്കുന്നുണ്ട്, പറയൂ. ബയോ ലാംഗ്വേജ് ആണ് എടുത്തേണത്. ഓക്കെ. CBSE ആണ്. ഓക്കെ. അപ്പൊ നഴ്സിംഗിന് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബയോ ലാംഗ്വേജ് നല്ലതാണോ? ഒരു ഡൗട്ട്. അല്ല, തീർച്ചയായിട്ടും അത് ഫിക്സ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം നഴ്സിങ്ങിന് പോകണം എന്ന് പറഞ്ഞ് ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന കോഴ്സ് എടുത്തതിൽ എന്താ പറയുന്നത്, വേറെ പ്രത്യേകിച്ച് ആശങ്കകളുടെ ആവശ്യമില്ല. പക്ഷേ എപ്പോഴും നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊന്ന് റിവേഴ്സ്ലി പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ പറഞ്ഞല്ലോ, നഴ്സിംഗ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എവിടെയാണ്, ഇന്ത്യയിൽ വർക്ക് ചെയ്യാനാണോ, നാട്ടിൽ നമ്മുടെ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാനാണോ, പുറത്ത് പോകാനാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വിശദമായ ഒരു അവയർനെസ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലിയുടെ തേടുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് ആ ഒരു ജോലിയിലേക്ക് പ്ലേസ്ഡ് ആവാനായിട്ട് സാധിക്കും. ശരി അലൈന, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ഇനി മുന്നോട്ടുള്ള പഠനത്തിന്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഡൗട്ടുള്ളവരുണ്ടെന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലാതെ എന്തൊക്കെ മേഖലകൾ എന്നുള്ളതാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എല്ലാവർക്കും, ഏതൊരു പാരന്റിനും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അതെന്താണ് എന്നുള്ളത്. പക്ഷെ അത് കൂടാതെ ഒരുപാട് എൻട്രൻസുകൾ കുട്ടികൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതിൽ ഇപ്പോൾ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു എൻട്രൻസ് ആണ് CUET എന്ന് പറയുന്നത്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അത് ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും സയൻസ് ആയാലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന എൻട്രൻസ് ആണ് കുട്ടികൾ എഴുതേണ്ടത്. ഇത് കൂടാതെ ഇനി ഈ പറയുന്ന BSc BCom അല്ല താല്പര്യം എന്ന് വിചാരിക്കൂ, BBA MPA അങ്ങനെയൊക്കെ മാനേജ്മെൻറ്റ് സൈഡിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് IPMAT എന്ന് പറയുന്ന എക്സാം എഴുതാവുന്നതാണ്. അത് IIM പഠിക്കാനായിട്ട് +2 കഴിഞ്ഞ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം, അതായത് 5 ഇയർ പ്രോഗ്രാം മാനേജ്മെൻറ്റിൽ ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ ലോ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നാഷണൽ ലോ സ്കൂളിൽ പഠിക്കണമെങ്കിൽ ക്ലാറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമാണ്. അതുകൂടാതെ കേരളത്തിൽ ലോ പഠിക്കണമെങ്കിൽ KLE എന്ന് പറഞ്ഞ് ക്ലീ എന്ന് പറയുന്ന ഒരു എക്സാമാണ്, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ. ഇനി ഈ മേഖലകളല്ലാതെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് അങ്ങനെ പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയുടെ ഒരു JEE ഉണ്ട്, ജോയിൻറ്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. അതുവഴി കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇതിലൊക്കെയും +2-ന് 45-50 അത്രയും മാർക്ക് മതി, അല്ലാതെ 80-90% മാർക്കൊന്നും തന്നെ വേണ്ട. അപ്പോൾ +2-ന് ഉള്ള പ്രഷർ ഇന്നത്തെ കാലത്ത് കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം മാർക്കിൻ്റെ ബേസിസിലല്ല ഇന്ത്യയിൽ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് അഡ്മിഷൻസ് കൊടുക്കുന്നത്. ശരി രമ്യ, നമുക്കൊരു കോളും കൂടിയുണ്ട്. അശ്വതി തിരുവനന്തപുരത്ത് നിന്ന്. അശ്വതി മാമിനോട് സംസാരിച്ചോളൂ, കേൾക്കാം. മാം നമസ്കാരം. മാം നമസ്കാരം അശ്വതി. മാഡം, എന്റെ മോർണിംഗ് വേണ്ടിയാണേ. ഓക്കെ. മോനിപ്പം +1-ന് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ. അതായത് കമ്പ്യൂട്ടർ ഫീൽഡിലോട്ട് പോകാൻ വേണ്ടിയായിട്ട്. ഓക്കെ. അപ്പം ഈ +2 ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഇതിലെന്തൊക്കെ ഒരു ഇതാണ് ഹയർ സ്റ്റഡീസിനാണ് താല്പര്യമുള്ളത്? ഓക്കെ. ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ മാം. ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് ഫർദർ എടുത്ത് പോകാം, BCA എടുത്ത് പോകാം.
ഇതിൽ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ എടുക്കുമ്പോൾ ഇന്ന് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞൊരു ഒരു വൈഡായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിൽ പലതരത്തിൽ ഇപ്പോൾ ബിടെക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് അങ്ങനെ പല മേഖലകളിലേക്ക് ഇതിൽ തിരിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഗെയിമിംഗ് ഇൻഡസ്ട്രി ഇന്ന് ഒരു ബൂമിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. അവിടെയും ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടികൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം മകൻ്റെ താല്പര്യം, അതായത് ഈ കമ്പ്യൂട്ടർ സയൻസ് എന്തുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് എനിക്കൊരു ഓറിയൻറ്റേഷൻ, ഒരു ജോബ് എനിക്ക് സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് സാധിക്കില്ല. അപ്പം മകനോട് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫർദർ മകൻ്റെ താല്പര്യം ആദ്യം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ മേഖലകൾ ഒന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്യാനായിട്ട് പറയുക. അതിനനുസരിച്ച് മാത്രമേ ബിടെക്കിന് പോകണമോ BSc പോകണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിന്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ട്, അങ്ങനത്തെ കോഴ്സുകൾക്ക് പോകണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അല്ലാണ്ട് ജനറൽ ആയിട്ട് ഒരു കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ ഒരു ജോലി സാധ്യത എന്നല്ല, ഒരുപാട് മേഖലകൾ, ഇന്ന് എല്ലാ മേഖലകളിലും ഈ പറയുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആവശ്യമാണ്. അപ്പോൾ അത് ആദ്യം മകൻ്റെ ഇൻട്രസ്റ്റുമായിട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാജുവേഷൻ എടുക്കാനായിട്ട് അദ്ദേഹത്തിനോട് പറയുക. താങ്ക് യു. ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ, നമ്മുടെ ഇപ്പൊ ആസ്ട്രോണറ്റിക് ഫീൽഡ് എന്നൊക്കെ പറയത്തില്ല, ആസ്ട്രോണറ്റ് ആയിട്ടൊക്കെ പോകണമെന്ന്. അപ്പൊ അതിന് നമ്മൾ എങ്ങനെയാണ്, എന്താണ് നമ്മൾ അതാകണമെങ്കിൽ എന്താണ് നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? അപ്പം അത് നോർമലി ഈ പറയുന്ന പോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്കും, അതായത് സയൻസ് സബ്ജക്റ്റുകൾക്കാണ് ഇങ്ങനെയുള്ള സ്പേസ് അങ്ങനെയുള്ള ഫീൽഡുകളിൽ പോകാനായിട്ട് കൂടുതൽ സാധ്യതകളുള്ളത്. ഇപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ +2 കഴിയുമ്പോൾ തന്നെ നാസയുടെയും ISROയുടെയും ഒക്കെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. അപ്പം അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ആ പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ളൊരു എക്സ്പോഷർ കിട്ടും. അതുകൂടാതെ നമുക്ക് അതിൽ താല്പര്യമുണ്ടോ എന്നുള്ളൊരു തിരിച്ചറിവും വരും. കാരണം ഈ പറയുന്ന സ്പേസ്, ആസ്ട്രോനോട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികൾ കുറച്ച് ഫാൻറ്റസി വേൾഡിലാണ് ഈ പറയുന്ന കോഴ്സുകളിലേക്ക് ഓറിയൻറ്റഡ് ആവുന്നത്. അപ്പം അതിൻ്റെ യാഥാർത്ഥ്യം കുറച്ച് ഡിഫറെൻ്റ് ആണ്, പഠനം ഡിഫറെൻ്റ് ആണ്. അപ്പം അത് ഈ പറയുന്ന ഇന്റേൺഷിപ്പുകളൊക്കെ ഹെൽപ്പ് ചെയ്യും. ശരി, അശ്വതി കേൾക്കാമോ? മകന്റെ ഇഷ്ടമാണോ ആസ്ട്രോനോട്ട് ആകുക എന്നുള്ളത്? മോന്റെ അവര് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ആസ്ട്രോണറ്റാണ് കൊടുക്കുന്നത്. അപ്പൊ അവൻ വിചാരിച്ചത് മേ ബി അതിലോട്ട് പോകണമെങ്കിൽ കമ്പ്യൂട്ടർ, അതായത് ഇപ്പൊ മാം പറഞ്ഞ പോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഒക്കെയാണ് ഈ കമ്പ്യൂട്ടർ സയൻസിൽ വരുന്നത്. അപ്പം അതിന് വേണ്ടിയാണ് അവൻ ഇത് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മുന്നോട്ട് ഇത് എവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എവിടെയാണ് പോകേണ്ടതെന്നുള്ളത് +2 കഴിയുമ്പോഴേ. തീർച്ചയായിട്ടും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം മനസ്സിലായി കാണില്ല. ഇപ്പൊ ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുകട്ടെ. കേൾക്കുമ്പോ കുട്ടികൾ ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ നമുക്കും സന്തോഷമുണ്ട്. എന്തായാലും മോനോട് ഓൾ ദി ബെസ്റ്റ് പറയും. മോന്റെ പേരൂടെ പറയൂ. മോന്റെ പേര് ജോയൽ, ഇവിടെ അടുത്തിരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേക്കൂ കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ ഒരു കോളും കൂടി ഉണ്ട് മാം. ലക്ഷ്മി തിരുവനന്തപുരത്ത് നിന്ന്. ലക്ഷ്മി കേൾക്കാമോ? സംസാരിച്ചോളൂ മാഡത്തിനോട്. ഹലോ മാം, എന്റെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ വിളിക്കുന്നത്. അതിലിപ്പോ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് ശരിക്കും ആഭിമുഖ്യം സ്പോർട്സിനോടാണ്. ചെസ്, ഫുട്ബോൾ അങ്ങനത്തെ മേഖലയൊക്കെ നല്ല താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്പോർട്സിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഈ സ്പോർട്സിനോട് അഫിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 2 രീതിയിലാണ്. ഒന്നെന്ന് പറയുമ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ ആവുക എന്നുള്ളതും 2 സ്പോർട്സ് മാനേജ്മെൻറ്റുമാണ്, അതായത് സ്പോർട്സുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിലുമാണ്. ഇപ്പോൾ സ്പോർട്സ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇപ്പോൾ LNCP പോലെയുള്ള ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സസ് ഉണ്ട്, അത് നമുക്ക് പോകാവുന്നതാണ്. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒത്തിരി പ്രോഗ്രാംസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ മേഖലകളിലേക്ക് പോകാവുന്നതാണ് കുട്ടിക്ക്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ സ്പോർട്സിൽ എക്സൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഡിഗ്രിയുടെ കൂടെ തന്നെ സ്പെഷ്യലായിട്ട് ഈ പറയുന്ന കോച്ചിങ് കൊടുത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇനി ഇതല്ല, സ്പോർട്സ് മാനേജ്മെൻറ്റിലേക്കാണ് കുട്ടിയുടെ താല്പര്യമെങ്കിൽ ഒരു ഇപ്പോൾ BBAയോ MBAയോ കഴിഞ്ഞിട്ട് സ്പോർട്സ് മാനേജ്മെൻറ്റിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ലോയിൽ തന്നെ സ്പോർട്സ് ലോയിൽ സ്പെഷ്യലൈസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ കുട്ടിയുടെ സ്പോർട്സിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിൽ ഒരു ചാമ്പ്യൻ ആണോ എന്ന് നോക്കുക, അല്ലാണ്ട് ജനറലി സ്പോർട്സിനോട് താല്പര്യമുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് വേണം നമ്മൾ എപ്പോഴും ഗൈഡ് ചെയ്യാനായിട്ട്. ശരി.
താങ്ക് യു ലക്ഷ്മി. രമ്യ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ സന്തോഷമുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞ ആ മാറ്റം നേരത്തെ സംസാരിച്ചല്ലോ, നമ്മൾ അതിലുള്ള മാറ്റം ഈ രക്ഷകർത്താക്കളിലും കാണുന്നുണ്ടോ എന്നുള്ള. കുട്ടിക്ക് എന്താണ് ഇഷ്ടം അതനുസരിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് തീരുമാനിക്കുന്നു. മറ്റേതൊക്കെ ഇപ്പൊ നഴ്സിംഗിന് പോയാൽ മതി അല്ലെങ്കിൽ ടീച്ചർ ആയാൽ മതി എന്ന് അവർ തീരുമാനിക്കുന്നിടത്ത് നിന്ന് അത് കുട്ടികളുടെ ഇഷ്ടത്തിലേക്ക് മാറുന്നു, അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ നമുക്ക് വന്ന കോൾസ് മനസ്സിലാവാം. ഫസ്റ്റ് വന്ന കോള് നഴ്സിംഗ് ആണെങ്കിൽ ദാറ്റ്സ് എ ട്രഡീഷണൽ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ് വരുന്നു ആസ്ട്രോനോട്ട് വരുന്നു, ദെൻ സ്പോർട്സ് വരുന്നു. പണ്ടത്തെ കാലത്ത് എനിക്ക് സ്പോർട്സ് ഫീൽഡിലോട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് എത്രത്തോളം എൻകറേജ് ചെയ്യും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് അത് എൻകറേജ് ചെയ്യുന്നുണ്ട്. സ്പോർട്സ് വളരെ നല്ല ഒരു മേഖലയും കൂടെയാണ്. ഇന്ന് നമുക്ക് പ്രൊഫഷണൽ ഡിഗ്രി എടുത്തു പോകാൻ പറ്റുന്ന ഒരു മേഖലയും കൂടെയാണ് സ്പോർട്സ്. ഏതായാലും ഇപ്പോൾ ലോ, ഞാൻ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റ് ലോ അല്ലെങ്കിൽ തന്നെ അല്ലാതെയുള്ള പ്രോഗ്രാംസും ഉണ്ട്. ശരി, നമുക്ക് എന്തായാലും വിശദമായിട്ട് വരാം. ഒരുപാട് കോൾസും വരുന്നുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ന്യൂസ് 3ലേക്ക് വീണ്ടും സ്വാഗതം. രമ്യ നമുക്കൊപ്പം തുടരുന്നുണ്ട്. രമ്യ, നമുക്കൊരു കോൾ ഉണ്ട്. ജോൺസ് കോട്ടയത്ത് നിന്നും. ജോൺസ്, സംസാരിച്ചോളൂ, കേൾക്കാം. ഹലോ മാഡം. ഹലോ മാഡം, നമസ്കാരമേ. നമസ്കാരം ജോൺസ്. ഞാൻ ഒരു കാര്യം ചോദിക്കാനായിട്ടായിരുന്നു. എന്റെ സഹോദരന് വേണ്ടിയായിരുന്നേ. ഓക്കെ. അവനാണ് ഇപ്പൊ +2 കൊമേഴ്സ് കഴിഞ്ഞിട്ടിരിക്കുക. ഓക്കെ. കൊമേഴ്സ് കഴിഞ്ഞ് അവർക്ക് സ്പോർട്സിൽ പോകാൻ, ഫുട്ബോൾ കളിക്കാനായിട്ടായിരുന്നു താല്പര്യം. ഓക്കെ. പക്ഷെ BBAക്ക് പോകണോന്ന്, മാത്സ് ഇല്ലാത്ത BBAക്ക് എല്ലാം മാത്സ് ഉള്ളതാണോ? അത് കരിക്കുലത്തിന് ഡിപ്പെൻഡ് ചെയ്താണ് മാം. 2 തരത്തിലാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രോഗ്രാംസ് വരുന്നത്. ബാച്ചിലർ ഇൻ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ BBA എന്ന് പറഞ്ഞിട്ട് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ഇതിൽ ഓരോ യൂണിവേഴ്സിറ്റീസിനും അവരുടേതായ കരിക്കുലമുണ്ട്. ആ കരിക്കുലം നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ മകൻ അങ്ങനെ അല്ല, ബ്രദറിന് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ആദ്യം ഫിക്സ് ചെയ്തിട്ട് ആ യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലം ആദ്യം എടുത്ത് നോക്കണം. അതിനുശേഷം മാത്രമേ ആ കോളേജിൽ അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോളേജിൽ ജോയിൻ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ചോദിച്ചോളൂ. എന്നിട്ടിപ്പോ BBA ഇപ്പം ഞങ്ങളെ ഓപ്ഷൻ MG യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ 3 ഓപ്ഷനാണ് വെച്ചിരുന്നത്. ഓക്കെ. BBA, BA എക്കണോമിക്സ്, BA മലയാളം, അങ്ങനെയാണ് ഒന്ന് വെച്ചിരുന്നത്. അപ്പൊ ഇത് കിട്ടിയാലും കിട്ടിയില്ലേലും അങ്ങ് വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ BBA എടുത്തിട്ടോ അല്ലെങ്കിൽ BA എക്കണോമിക്സ് എടുത്തിട്ട് MBA ഇൻ സ്പോർട്സ് മാനേജ്മെന്റിനൊക്കെ പോകാമോ? MBA എന്ന് പറയുന്ന പ്രോഗ്രാം നമുക്ക് ഓപ്പൺ ആണ്. ഏത് ഇത് കോഴ്സ് കഴിഞ്ഞിട്ടും നമുക്ക് പോവാവുന്നതേ ഉള്ളൂ. ചെയ്യാവുന്നതാണ്. അതെ, ചെയ്യാവുന്നതാണ്. പക്ഷെ ഇപ്പം മാം പറഞ്ഞ ഒരു ഇത്, അതായത് BBA, BA എക്കണോമിക്സ് ആൻഡ് BA മലയാളം, ഇത് 3 റേഞ്ചിൽ നിൽക്കുന്ന പ്രോഗ്രാമാണ്. ഇത് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. കരിയറിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത് ഒന്ന് ആലോചിച്ചിട്ട് കുട്ടിയുടെ ടേസ്റ്റും കൂടെ ഒന്ന് ആലോചിക്കും. ഇപ്പോൾ നമുക്ക് ജോലി സാധ്യത എന്ന് പറയുന്നത് എല്ലാത്തിലുമുണ്ട്. മലയാളമായാലും എക്കണോമിക്സ് ആയാലും എല്ലാത്തിലും ജോലി സാധ്യതയുണ്ട്. പക്ഷേ ഈ 3ഉം ഒരു വൈഡ് ഡിഫറൻസ് കാണിക്കുന്ന പ്രോഗ്രാംസ് ആണ്. അപ്പോൾ അതൊന്നും കൂടെ കുട്ടിയുടെ കരിയർ ഒന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടേ മുന്നോട്ട് കോഴ്സ് എടുക്കാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ അത്രേ ഉള്ളൂ. ഞാൻ BA എക്കണോമിക്സ് എന്റെ ഒരു ഓപ്ഷനിലാണ് ഇട്ടത്. എനിക്ക് മാത്തമാറ്റിക്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ BA എക്കണോമിക്സ് ഇട്ടത്. കാരണം ഒരു മൈക്രോ എക്കണോമിക്സ്, പിന്നെ ഒരു സ്റ്റാറ്റ് മാത്രമേ, ഗ്രാഫ് ഒക്കെ വരച്ചു പോകുന്ന ഒരു ഇത് മാത്രമേ ഉള്ളല്ലോ. എക്കണോമിക്സിന് അധികം വലിയ കണക്കില്ലല്ലോ. മാത്സ് ഇല്ലെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഇതുണ്ട്. അതും നമുക്ക് ഈ പറയുന്ന MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അത് എക്കണോമിക്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓരോ സെമസ്റ്ററിലും എന്താണ് പഠിക്കാനുള്ളത്, അതിൽ എന്ത് വരും എന്നുള്ള, സ്റ്റാറ്റ് ആണെങ്കിലും എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് മാം. അപ്പോൾ അത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ബ്രദറിന് മനസ്സിലാവും അദ്ദേഹം അതിൽ കംഫർട്ടബിൾ ആണോ എന്നുള്ളത്. എക്കണോമിക്സ് നല്ലൊരു ഓപ്ഷനാണ്. എക്കണോമിക്സ് എന്റെ ഓപ്ഷൻ അനുസരിച്ച് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു BA എക്കണോമിക്സിന് ശേഷം MBA ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. ഏതെന്റെ ഓപ്ഷൻ ലാംഗ്വേജ് മാത്സ് ഇല്ലാത്ത ഒരു സബ്ജക്ട് മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ്. മാത്സ് ഇല്ലാത്ത ഒരു സബ്ജക്ട് BA മലയാളം അവന് വേണമെന്ന് പറഞ്ഞു. പിന്നെ BBA അല്ലാത്ത ഒരു ഓപ്ഷൻ ആയിരുന്നു, അമ്മയുടെ അപ്പാടെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു BBA വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. മാത്സ് ഇല്ലാതെ വേറെയും ഓപ്ഷൻസ് ഉണ്ട് മാം. ഇപ്പം ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഹോട്ടൽ മാനേജ്മെന്റ്, ഈ പറയുന്ന ലോ, ഇങ്ങനെയുള്ള ഒത്തിരി കോഴ്സസ് ഉണ്ട്. അത് മാത്രമല്ല ഇപ്പം എക്കണോമിക്സ് പോലെ ഇപ്പം അത്രയും തന്നെ മാത്സിൻ്റെ അഫിനിറ്റി മീൻസ് ഇല്ലാത്ത കോഴ്സസ് ആണ് സോഷ്യോളജി, ഈ പറയുന്ന BSW, പിന്നെ സൈക്കോളജി, ഇങ്ങനെയുള്ള കോഴ്സസിനൊന്നും തന്നെ
ഈ പറയുന്ന മാത്സ് ഇല്ല. ഇപ്പൊ സൈക്കോളജി പഠിച്ചിട്ട് സ്പോർട്സ് സൈക്കോളജിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ്. സൈക്കോളജി, BA സൈക്കോളജി നല്ലൊരു ഓപ്ഷനാണ്. മാത്സ് വരുന്നില്ല അതിൽ. എക്കണോമിക്സിനെക്കാളും ഒരു പക്ഷേ മാത്സിന്റെ ഇത് വരാത്തൊരു പ്രോഗ്രാമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, വെൽക്കം. ഓക്കെ, ആര്യ ആലപ്പുഴയിൽ നിന്നും. ആര്യ സംസാരിച്ചോളൂ, മാഡത്തിന് കേൾക്കാം. +2 കഴിഞ്ഞാണ്. പറയൂ. ബിഫാം എടുത്താലേ എങ്ങനെയാണ് അറിയാൻ വേണ്ടി. അതായത് ബിഫാം എടുത്താൽ എനിക്ക് ക്ലിയർ ആയില്ല. ബിഫാം എടുത്തു കഴിഞ്ഞാൽ ഫർദർ എങ്ങനെയാണെന്നാണോ സർ ചോദിക്കുന്നത്? സാർ ഇപ്പോൾ ബിഫാം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൻ്റെ ഒരു ഇതിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ബിഫാം കഴിഞ്ഞിട്ടുള്ള ജോലി സാധ്യതകളാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ മെയിൻലി ജോലി സാധ്യതകൾ വരുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലാണ് ജോബ് വരുന്നത്. അത് കൂടാതെ വേറെയും ജോബ് വരുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് ഹോസ്പിറ്റൽസിലും ഒക്കെ ഈ പറയുന്ന ബിഫാം കഴിഞ്ഞ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളൊരു ഹയർ എൻഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ കമ്പനികൾ ലൈക്ക് ബയോകോൺ, ഇപ്പോൾ സിപ്ല ഇങ്ങനെയുള്ള കമ്പനികളിലൊക്കെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ബിഫോം കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസിന് പോകുന്നതാണ് ഒരു ഹൈ സാലറീഡ് ജോബിന് സാധ്യതയുള്ളത്. കേട്ടോ അച്ഛ, ക്ലിയർ ആയോ? ആര്യയുടെ അച്ഛനാണോ? അച്ഛനാണ്. അപ്പൊ മോൾക്ക് എന്താണ് താല്പര്യം, ഇഷ്ടം എന്താണ് പഠിക്കാൻ? ബിഫാമിന് പോകാനാണ്. അപ്പൊ അതിനിടയ്ക്ക് സാലറി കുറവാണ്. അപ്പൊ സാലറി കുറവാണെന്നുള്ള ആശങ്കയുണ്ട്. അച്ഛൻ എന്ത് പഠിപ്പിക്കണം എന്നാണ് കുഞ്ഞിനെ? എല്ലാം പഠിപ്പിക്കണം, സാമ്പത്തിക പ്രശ്നം ആണല്ലേ. പക്ഷെ നമ്മളിപ്പോ മാഡം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചിന്തിച്ചിട്ട് എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം വിടുക എന്നുള്ളതാണ് അല്ലെ. കുട്ടിയുടെ ഇഷ്ടവും താല്പര്യവും സാലറിക്കൊക്കെ അപ്പുറത്തേക്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ ഒരു ജോലിക്ക്. അത് പ്രധാനമല്ലേ രമ്യ? ഈ സാലറി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന കുട്ടിക്ക് കിട്ടുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതും ഈ പറയുന്ന കോഴ്സിന് ആ കുട്ടിക്ക് കിട്ടുന്ന എക്സ്പോഷറും ആ കുട്ടിയുടെ പെർഫോമൻസ്, അതായത് അക്കാഡമിക് പെർഫോമൻസ് മാത്രമല്ല ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അത് പെർഫോം ചെയ്യുന്നതിൽ ഒരുപാട് റോളുണ്ട്. അപ്പം നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ വെൽ അവെയർ ആയിരിക്കണം. അതിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല, പഠിക്കുന്ന സ്ഥാപനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെ, ഇപ്പൊ ബിഫോം പഠിക്കണം എന്ന് പറഞ്ഞ ആ കോഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോളേജിൽ പോയി പഠിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും. എന്തായാലും വ്യക്തമായെന്ന് തോന്നുന്നു. നമുക്ക് അതിനിടയ്ക്ക് ഈ പല സമയത്ത് പല ട്രെൻഡാണല്ലോ, ഈ എല്ലാ മേഖലയിലും ട്രെൻഡ് ഉള്ളതുപോലെ തന്നെ കരിയറിലും ട്രെൻഡുകളുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് നഴ്സിംഗ് ആയിരിക്കും, ചില സമയത്ത് ടീച്ചർ ആയിരിക്കും, ഒരുപാട് പേര് ടീച്ചിങ്ങിലേക്ക് പോകും. ഒരു സമയത്ത് MBA വളരെ ട്രെൻഡായിട്ട് നിന്നിരുന്നു. ഇപ്പോൾ AI ടെക്നോളജി അതിലേക്ക് പോകുന്നു ആളുകൾ. കുട്ടികൾ വളരെ ഇതിലെ പറയുന്നു എനിക്ക് AI പഠിക്കണം, AI ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ പറയുന്നു. എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പം കരിയർ ഗൈഡൻസിനായാലും വരുന്ന കുട്ടികളോട് നമ്മൾ ചോയ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ചോയ്സ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത് ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ ടെക്നോളജിയുടെ ഒരു ഇൻഫ്ലുവൻസും കൊണ്ട് തന്നെയാണ്. നല്ല കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതും അല്ലെങ്കിൽ ടെക്നോളജി വരുന്നതൊക്കെ നല്ലത് തന്നെയാണ്. ഇത് കാരണം ജോലി പോകുമോ എന്നുള്ള ആശങ്കകൾ തന്നെ പല ആൾക്കാരും പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ പാരൻസിന് ഇത് ശരിക്കും എന്താണ് എന്ന് തന്നെ അവർക്ക് അറിയില്ല. എന്തു ചെയ്യണം, എങ്ങനെ ഗൈഡ് ചെയ്യണം എന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡിഗ്രി കോഴ്സ് ഈവൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി വരെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശിൽ BSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. പക്ഷെ നമ്മളൊരു ഗ്രാജുവേഷനിൽ ഈ പറയുന്ന കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പോകുമ്പോൾ ഉണ്ടാവുന്നൊരു കാര്യം, നമ്മുടെ കരിക്കുലം സെറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ്, നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്. ഈ കരിക്കുലം പോകുമ്പോൾ അതായത് നെക്സ്റ്റ് ഇയർ പോകുമ്പോഴൊക്കെ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി പോകും. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അത് വളരെ ബ്രോഡർ ആയിട്ടുള്ളൊരു ടേമാണ്. ഇപ്പോൾ സർവീസ് സെക്ടർ നോക്കൂ, അവിടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവശ്യമാണ്. ഹോസ്പിറ്റൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ സെക്ടർ എടുത്തു കഴിഞ്ഞാൽ, ഈവൻ നമ്മുടെ മീഡിയ എന്തെടുത്താലും അവിടെ എല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സ്കോപ്പ് ഉണ്ട്. അപ്പം നമ്മൾ സോളിഡ് ആയിട്ടുള്ളൊരു ഡിഗ്രി എടുത്തിട്ട് അതിനൊരു അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോഴ്സസ് ചെയ്യുന്നതാണ് അഡ്വൈസബിൾ. ഓക്കെ,
ഡിഗ്രി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡിഗ്രിയിലേക്ക് വരുമ്പം കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് കോളേജ് കാലം എന്ന് പറയുന്നത്. +2 എന്ന് പറയുന്നത് വരെ നമ്മൾ ചെറിയ കുട്ടി എന്ന് പറയുമെങ്കിലും കോളേജിലേക്ക് വരുമ്പോൾ അവർക്ക് തന്നെ സ്വന്തമായിട്ട് എന്തൊക്കെയോ ഒന്ന് കുറച്ച് ഞാനൊന്ന് വലുതായി, എനിക്കൊരു പക്വത വന്നു എന്നൊക്കെ തോന്നുന്നു. അല്ലെങ്കിൽ കോളേജ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഡിഗ്രി സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കോളേജ് നേരത്തെ പറഞ്ഞ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ കോളേജും സെലക്ട് ചെയ്യും. ചിലർ ഇഷ്ടപ്പെട്ട ഇത് കിട്ടിയില്ല, കോഴ്സ് കിട്ടിയില്ലെങ്കിൽ തന്നെ ആ കോളേജിൽ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ നമുക്കറിയാം. അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം. ഓക്കെ, 2 തരത്തിലാണ് ഈ +2 കഴിഞ്ഞ കുട്ടികളുടെ ഒരു ഓറിയന്റേഷൻ വരുന്നത്. ഒന്ന്, ഇവർ ചില കോളേജുകൾ ഫിക്സ് ചെയ്യും, അവിടെ എന്ത് കോഴ്സ് പഠിച്ചാലും അവർക്ക് കുഴപ്പമില്ല, പക്ഷെ ആ കോളേജിൽ പഠിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്, ഇപ്പൊ പറഞ്ഞ പോലെ ഒരു കോഴ്സ് അവർ ഫിക്സ് ചെയ്യും, ഇത് ഏത് കോളേജ് ആയാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഈ കോഴ്സേ പഠിക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഏത് കോഴ്സ് ആയാലും നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കോളേജ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എപ്പം സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് ഒരു കാര്യം നിങ്ങൾ നോക്കണം. ഈ കോഴ്സ് എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് നമ്മൾ നോക്കണം. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം വെബ്സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഉള്ള ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റും പഠിപ്പിക്കുന്ന ഒരു ടീമുണ്ട്. അതായത് നമ്മൾ മെൻറ്റർ ചെയ്യപ്പെടുന്ന, ട്രെയിൻ ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ടീച്ചേഴ്സിൻ്റെ കീഴിലാണ്. അതൊന്ന് അന്വേഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പ്ലസ് ആ പറയുന്ന കോഴ്സിൻ്റെ അലുമിനി, അതായത് ഇതിനു മുന്നേ പഠിച്ചു പോയവർക്ക് എവിടെയൊക്കെയാണ് അവർ പ്ലേസ്ഡ് ആയിട്ടുള്ളത്, അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പറയുന്നത് സാധാരണ ഇപ്പം ഈ പറയുന്ന പോലെ, നേരത്തെ പറഞ്ഞ പോലെ ഈ കോഴ്സ് എവിടെയെങ്കിലും പഠിച്ചാൽ മതി എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു ഇത് വരുന്നത്. അല്ലാതെ ഇപ്പം നിങ്ങൾ ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വലുതായി വരുന്നില്ല. ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോഴ്സ് അവിടെ സെലക്ട് ചെയ്ത് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ അല്ലാതെയുള്ള കോളേജിൽ പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നോക്കണം. അല്ലെങ്കിൽ നമുക്ക് വെറും ഒരു സർട്ടിഫിക്കറ്റ് മാത്രമായി നമ്മളുടെ ഡിഗ്രി ഒതുങ്ങിപ്പോകും. ഒരു കോളേജ് എന്ന് പറയുന്നത് നമ്മളുടെ സർട്ടിഫിക്കറ്റിൽ മാത്രമല്ല, നമ്മളൊരു ഓവറോൾ ഡെവലപ്മെൻ്റ് കാലഘട്ടമാണ്. നമ്മുടെ കൂടെയുള്ള കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഓൾവേസ് ചൂസ് വൈസ്ലി. ശരി, നമുക്ക് കുറച്ച് കോളേഴ്സ് ഉണ്ട്. ഷഹിൻ ഷാ മഞ്ചേരിയിൽ നിന്നും. ഷഹിൻ ഷാ, ഗുഡ് ഈവനിങ്. മാഡത്തോട് സംസാരിച്ചോളൂ. ഓക്കെ മാം, പറയൂ ഷഹിൻ. മാം, എനിക്ക് BBA പഠിച്ചാൽ കൊള്ളുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നു ഇപ്പം? +2 കഴിഞ്ഞോ? 10th ആണോ? +2 കഴിഞ്ഞു. അപ്പൊ ഞാൻ BBA എയർപോർട്ട് മാനേജ്മെന്റ് എടുത്താല്, BBAയുടെ കൂടെ എയർപോർട്ട് മാനേജ്മെന്റ് ഏവിയേഷൻ എടുത്താൽ ഏവിയേഷൻ. ഓക്കെ, അപ്പം അതിന് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ആ കോഴ്സിനെ കുറിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നോ? നോക്കിയായിരുന്നു. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നോക്കിയിരിക്കുന്നത്? ലാസ്റ്റ് എനിക്ക് കൊള്ളുന്ന ഇലാഹിയ കോളേജ്, എറണാകുളം. ഞാൻ ഇപ്പം ഈ പറഞ്ഞല്ലോ, ഇപ്പം എയർപോർട്ട് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് പഠിക്കാനായിട്ട് ചിലവുകൾ കുറവാണ്. അതാണ് എപ്പോഴും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, നേഷൻ വൈഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് സെലക്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്നതാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടാനായിട്ട് സാധ്യതയുള്ളത്. ഇപ്പം ഈ പറഞ്ഞ കോഴ്സിന് യാതൊരു എന്താ പറയുന്നത് തെറ്റായ ഒരു ചോയ്സ് എന്ന് ഞാൻ പറയുന്നില്ല. ഏവിയേഷൻ നല്ലൊരു ഇൻഡസ്ട്രിയാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന ബാക്കിയുള്ള ജനറൽ BBAയിൽ നിന്ന് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് ജോബും കുറച്ച് അതുപോലെ നാരോ ഡൗൺ ചെയ്യാനാണ് സാധ്യത. അപ്പം അത് ഈ BBA സ്പെഷ്യലൈസേഷൻ ഇൻ ഏവിയേഷൻ കഴിഞ്ഞിട്ട് MBA എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, എന്നിട്ട് ഏത് ഏരിയയിലാണ്, ഇപ്പോൾ പുറത്താണോ ജോലിക്ക് ട്രൈ ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ഇവിടുത്തെ എയർപോർട്ടുകളിലാണോ ജോലിക്ക് ട്രൈ ചെയ്യാൻ നോക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. ഷൈൻഷ, ക്ലിയർ ആണോ? ഇനി ചോദ്യം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഓക്കെ, ശ്രീകുമാർ കണ്ണൂരിൽ നിന്നും ചോദിച്ചോളൂ സർ. മാഡം, എൻ്റെ മകൻ +2 കഴിഞ്ഞതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. +2 കഴിഞ്ഞതാണ്. അപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സിന് അഡ്മിഷൻ കിട്ടും മെറിറ്റില്? ഓക്കെ, ഏത് കോഴ്സിനാണ് സർ +2 കഴിഞ്ഞിട്ട് അദ്ദേഹം പോകുന്നത്? കൊമേഴ്സ് ആണ് കഴിഞ്ഞത്. അവന് BAക്ക് പോകണമെന്നുണ്ട് അല്ലെങ്കിൽ BComന് പോകണമെന്നുണ്ട്.
ഓക്കെ, ബികോം അല്ലെങ്കിൽ BA. അപ്പം ഈ BAയിൽ ഏതാണ് അദ്ദേഹം നോക്കുന്നത്? BA എക്കണോമിക്സ്. അപ്പോൾ ഈ ബികോം കഴിഞ്ഞ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഇതർ BA എക്കണോമിക്സ് ആയാലും ബികോം ആയാലും അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഫർദർ അദ്ദേഹം മുന്നോട്ട് പോകുന്നതെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? നല്ലൊരു കോഴ്സിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ജോലി ഗവൺമെന്റ് സർവീസ് കയറാനാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് സർവീസ് ആണോ അതോ പ്രൈവറ്റ് സെക്ടറിലാണോ? ഗവൺമെന്റ് സർവീസിൽ. ഓക്കെ. സോ ഇപ്പോൾ ഉള്ള മെയിനായിട്ടുള്ള ഗവൺമെന്റ് എക്സാംസ് എല്ലാം തന്നെ നമുക്ക് ഗ്രാജുവേഷൻ ആണ് ചോദിക്കുന്നത്. അതിപ്പം എക്കണോമിക്സ് ആയാലും ബികോം ആയാലും എനി ഗ്രാജുവേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്ന മിക്ക എക്സാം. ഈവൻ സിവിൽ സർവീസ് ആയാലും എനി ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പം ഗവൺമെന്റ് സർവീസിലേക്കാണ് സാർ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, കുട്ടി നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എനി ഗ്രാജുവേഷൻ വെച്ച് എഴുതാൻ പറ്റുന്ന എല്ലാ എക്സാംസ്, ഈ BA എക്കണോമിക്സ് ആയാലും ബികോം ആയാലും നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ സിവിൽ സർവീസ് പോലെയുള്ള എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻസ്, പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ അങ്ങനെയാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻസിന് വരുന്ന ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ സർ? ഓക്കെ, താങ്ക് യു. നമ്മൾ 10ാം ക്ലാസ് നേരത്തെ പറഞ്ഞ പോലെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് +2 നമ്മൾ +1 ആകുമ്പോൾ പറയും +2 ടേണിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഈ +2ലെ മാർക്ക് അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നൊരു വലിയ ചോദ്യമുണ്ട്. കാരണം മുന്നോട്ടുള്ള പഠിത്തത്തിന്, മുന്നോട്ടുള്ള കോഴ്സുകൾക്കൊക്കെ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത്. ഓക്കെ, ഈ +2ൻ്റെ മാർക്ക് ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അതൊരു വലിയ സംഭവമായിരുന്നു. +2ൻ്റെ മാർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 10th റാങ്ക്, അല്ലെങ്കിൽ +2ൻ്റെ മാർക്കൊക്കെ. പക്ഷേ ഇന്ന് ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നതിന് ശേഷം +2, അതായത് +2 കുട്ടികൾക്ക് ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, ആ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ മെയിൻ അജണ്ടയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇന്ത്യയിൽ വരുന്ന എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ടോപ്പ് യൂണിവേഴ്സിറ്റീസും എല്ലാം ഈ പറയുന്ന +2ന് 45% അല്ലെങ്കിൽ 50% മാർക്ക് മതി അഡ്മിഷന് എന്നുള്ളൊരു ക്രൈറ്റീരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എൻട്രൻസ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ +2ന് 50% മാർക്ക് കിട്ടിയാലും 95 കിട്ടിയാലും 100 കിട്ടിയാലും ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ എൻട്രൻസ് എഴുതണം. സോ അപ്പോൾ +2ന് ഒരു 5% കുറഞ്ഞു, അല്ലെങ്കിൽ 1% കുറഞ്ഞു, അല്ലെങ്കിൽ ഒരു 20% കുറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ അത്രയും സ്ട്രെസ്ഫുൾ ആവേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടതെങ്കിൽ. ഇപ്പോൾ മാർക്ക് ഒരു ക്രൈറ്റീരിയ ആയിരിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഓൺഡ് യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻസിന് വേണ്ടിയിട്ടാണ്. അവിടെയാണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ പറയുന്ന +2ൻ്റെ മാർക്ക് ഒരു വലിയ ഘടകമാണ്. തീർച്ചയായിട്ടും. ഒരു കോൾ ഉണ്ട്, ഹസീന മലപ്പുറത്ത് നിന്ന്. ഹസീന, സംസാരിച്ചോളൂ. ഹലോ മാഡം. ഹലോ ഹസീന, പറയൂ. ഹലോ പറയൂ. ഹലോ മാഡം, എന്റെ മക്കളെ +2 കഴിഞ്ഞു. ഓക്കെ, +2 കഴിഞ്ഞു. അപ്പൊ LGS കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ, BSc സയൻസ് ആണ് അവർക്ക് താല്പര്യം. സയൻസിലോട്ട്, BSc സയൻസിലോട്ട്. സയൻസ് എന്ന് പറയുമ്പോൾ അതിലേതാണ് മാം? ഇപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ BScയിൽ ഫിസിക്സ് പഠിക്കാം, കെമിസ്ട്രി പഠിക്കാം, ബയോകെമിസ്ട്രി പഠിക്കാം, മൈക്രോബയോളജി പഠിക്കാം, ജെനറ്റിക്സ് പഠിക്കാം, മാത്തമാറ്റിക്സ് പഠിക്കാം. അപ്പം ഇതിൽ സയൻസ് എന്ന് പറയുമ്പം ഏതാണ് ഉദ്ദേശിക്കുന്നത്? BSc നഴ്സിംഗ് ബയോസയൻസ് ആണ്. ഓക്കെ, BSc നഴ്സിംഗിന് പോകാമെന്ന് ഫിക്സ്ഡ് ആണ്. അതെ അതെ. ഓക്കെ, അപ്പോൾ എനിക്ക് ഡൗട്ട് മനസ്സിലായില്ല. +2 കഴിഞ്ഞു, അപ്പോൾ BSc നഴ്സിംഗിന് പോകാമെന്ന് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫർദർ എവിടെ പഠിക്കണമെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടോ? എൻട്രൻസ് എഴുതിയിട്ടുണ്ടോ? അതെ അതെ. ചോദ്യം എന്താണെന്നാണ്, സംശയം എന്താണ് ഫസീനയുടെ എന്നാണ്? സംശയം എന്ന് വെച്ചാൽ അവള് ഇനി എന്താ ചെയ്യണ്ടേ, ഏതാ പഠിക്കണം, ഏത് കോഴ്സാണ് എടുക്കാൻ നല്ലതെന്നാണ് ചോദ്യം. അല്ല, BSc നഴ്സിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ BSc നഴ്സിംഗ് നല്ല ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ല കോളേജിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ BSc നഴ്സിംഗ് എടുത്താൽ ഫർദർ MSc നഴ്സിംഗിന് പോകാം. അതിനുശേഷം ഇപ്പോൾ ട്യൂട്ടർ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആ ലെവലിൽ പോവാം. അല്ല, നമുക്ക് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ നാട്ടിലും പുറത്തും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ BSc കഴിഞ്ഞിട്ടൊരു MSc നഴ്സിംഗ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് ഹയർ ലെവലുകളിലേക്കുള്ള ഒരു ജോബിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ട് വീണ്ടും ഫർദർ പഠിക്കാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ അത് ഫിക്സ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കോഴ്സ് എനിവേ ഫിക്സ് ചെയ്തു, BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ ഒരു സ്പെഷ്യലൈസേഷനോ വേറെ ഒന്നും വരുന്നില്ല.
അതല്ല ഇപ്പോൾ ജനറൽ ആയിട്ട് ഒരു സയൻസിന്റെ കോഴ്സെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്, ഇന്റഗ്രേറ്റഡ് ലൈഫ് സയൻസ് പ്രോഗ്രാംസ് ഉണ്ട്, മൈക്രോബയോളജി, ഇങ്ങനെ പല കോഴ്സസും ഉണ്ട്. അപ്പം നഴ്സിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം മകളുടെ മനസ്സിൽ ഉണ്ടാവുമല്ലോ ഈ ജോലി ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് ആയിരിക്കും മകള് കരിയർ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നല്ലൊരു യൂണിവേഴ്സിറ്റി നല്ലൊരു കോളേജിലും പഠിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൂ മാം. ഓക്കെ, ക്ലിയർ ആണോ ഹസീന? ഓ ക്ലിയർ ആണ്. ശരി, താങ്ക് യു. മോൾക്ക് ഓൾ ദി ബെസ്റ്റ് പറയൂ. ശരി, മഹി തിരുവനന്തപുരത്ത് നിന്നും. മഹി, ഗുഡ് ഈവനിങ്, മാഡത്തോട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ, പറയൂ മഹി. എന്തോ മഹി വിളിച്ചത് പൊതുവേദിയിലേക്കാണോ? ആ, പൊതുവേദി തുടങ്ങിയിട്ടില്ല. നമ്മള് കരിയർ ഗൈഡൻസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ന്യൂസ് 3 ആണ് കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞ് വിളിക്കും, 4 മണിയാകുമ്പോൾ. ശരി, നമുക്ക് പൊതുവേദി എന്നൊരു പരിപാടിയുണ്ട്, അതിലേക്ക് സ്ഥിരം വിളിക്കുന്ന ആളാണ് മഹി. അപ്പോൾ ഒന്ന് നേരത്തെ തുടങ്ങിയോ എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് വിളിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ പുറത്തേക്ക് പോയി പഠിക്കുന്നത്, +2 കഴിയുമ്പോഴേക്കും കേരളത്തിന് പുറത്തേക്ക് പോയി പഠിക്കാൻ ഒക്കെ ആഗ്രഹമുള്ള കുട്ടികളുണ്ട്. ഒന്ന് +2 കഴിയാൻ നോക്കിയിരിക്കുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ, അവരുടെ കോഴ്സുകൾ, അതിനെക്കുറിച്ച് സാധ്യതകൾ, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാൻ പറ്റുമോ? ഇപ്പോൾ 2 തരത്തിലാണ് കുട്ടികൾ പുറത്ത് എന്ന് പറയുന്നത്. +2 കഴിഞ്ഞ് ചില കുട്ടികൾ ഔട്ട് ഓഫ് ഇന്ത്യ പോകാനാണ് ആഗ്രഹിക്കുന്നത്, ചില കുട്ടികൾ ഔട്ട് ഓഫ് കേരള പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഔട്ട് ഓഫ് കേരള പോകുന്നതിൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു ട്രെൻഡ് വെച്ചിട്ട് കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ ഇങ്ങനെയൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് പ്രൈവറ്റ് അങ്ങനെ ഒരു രീതിയിൽ പോകുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് കുട്ടികൾ അല്ലാതെയും നോക്കാറുണ്ട്. ഗവൺമെന്റിന്റെ നോക്കുന്ന സമയത്ത് ഡൽഹിയാണ് പോപ്പുലർ. ലൈക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ നോക്കുമ്പോൾ മിക്ക കുട്ടികളും, അത് ഹൈ മീൻസ് ഇപ്പോൾ ഒരു സിവിൽ സർവീസ് ആസ്പിറൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള കുട്ടികളായിക്കോട്ടെ, അവരുടെ ഫസ്റ്റ് ചോയ്സ് മിക്കവാറും ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെയാണ് വരാറുള്ളത്. ഏത് സബ്ജക്റ്റായാലും, സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും. ഇതിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു ജോബിന് പോകുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ഒരു വലിയ റോളുണ്ട് അതിൽ. അപ്പോൾ എപ്പോഴും നമ്മളുടെ നാട്ടിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിലൊരു ഡെവലപ്മെൻറ്റ് നമ്മൾ കൊണ്ടുവരണം. പിന്നെ ഓട്ടോമാറ്റിക്കലി പുറത്ത് പഠിക്കുമ്പോൾ ഇത് നമ്മൾ പോലും അറിയാണ്ട് ഡെവലപ്പ് ആകും, ലാംഗ്വേജ് സ്കില്ലും എല്ലാം. അപ്പം നമ്മുടെ നാട്ടിൽ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ അഡീഷണലി നമ്മൾ ഇത് ചെയ്യുക. പുറത്ത് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നിങ്ങൾ പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് ഡിസൈഡ് ചെയ്യാനായിട്ട്. ഇപ്പം ഇന്ത്യയുടെ വെളിയിലേക്ക് പോകുമ്പോൾ കുട്ടി എവിടെ പഠിക്കുന്നു, എൻ്റെ മകൻ ഇന്ന പ്ലേസിൽ പഠിക്കുന്നു, ഇന്ന രാജ്യത്ത് പഠിക്കുന്നു എന്ന് പറയാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിൽ വിടുന്ന പല ആൾക്കാരുമുണ്ട്. ദയവേത് അങ്ങനെ വിടരുത്. പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റിയിൽ, പുറത്ത് നല്ല യൂണിവേഴ്സിറ്റി നോക്കിയേ കുട്ടീനെ അയക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് പിന്നീട് ഒരു ബാധ്യതയായി മാറും. പിന്നെ കേരളം വിട്ടു പോകുന്നതിൽ എല്ലാ സ്റ്റേറ്റുകളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇറ്റ് ഈസ് സേഫ്. ഈവൻ എനിക്കറിയാവുന്നതിൽ മെജോറിറ്റിയും ഫീമെയിലാണ് പഠിക്കുന്നത്. ഈവൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇതുവരെയും അങ്ങനെ വലിയൊരു പ്രശ്നങ്ങളൊന്നും കുട്ടികൾക്ക് ഉണ്ടായതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് അതിലേക്ക് വിശദമായിട്ട് വരാം. ഒരു കോൾ ഉണ്ട്, സീന എറണാകുളത്ത് നിന്നാണ്. സീന, ഗുഡ് ഈവനിങ്, മാഡത്തോട് സംസാരിച്ചോളൂ. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് സീന. എന്റെ മകൻ ഇപ്പൊ +2 കടക്കുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് എന്ത് ക്വസ്റ്റ്യനാണോ കൂടുതൽ വിടേണ്ടത്? മാം, ഏത് സബ്ജക്റ്റ് ആണ് മകൻ? കൊമേഴ്സ്. ഓക്കെ. അപ്പോ ഇത് അദ്ദേഹത്തിന്റെ ചോയ്സിൽ എടുത്തതാണോ കൊമേഴ്സ്? ആദ്യം ബയോമാത്സ് ആയിരുന്നു ആൾക്ക് ഇഷ്ടം. അപ്പൊ അതില് സയൻസിന് കുറച്ച് ലീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവനക്ക് അതിന് ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, ഗ്രേഡ് കിട്ടിയില്ല. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൊമേഴ്സിന് അങ്ങനെ പോയത്. ആള് തന്നെ പിന്നെ പോയതാണതിന്. ഓക്കെ. ഇപ്പോൾ ഇതിപ്പം കുട്ടിയോട് സംസാരിക്കാതെ എനിക്ക് ഒരു ജനറലായിട്ട്, കാരണം കുട്ടിയുടെ നമ്മൾ എപ്പോഴും ഒരു ജനറൽ അഡ്വൈസസ് സ്വീകരിക്കാതിരിക്കുന്നതാണ് മാം നല്ലത്. കാരണം ഒരു കുട്ടിയോട് സംസാരിച്ചിട്ട് അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്ന് പറയുന്നത് നമ്മളോട് എല്ലാം തുറന്നു പറയുന്ന ഒരു പ്രകൃതമാണ്. എല്ലാ കാര്യങ്ങളും ആള് തുറന്ന് നമ്മോട് തന്നെ സംസാരിക്കും. അല്ലാണ്ട് നെഗറ്റീവ്സ് ആയിട്ടൊന്നും ആള് അങ്ങനെ ചെയ്യുന്ന ആളല്ല. എല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആൾക്ക് CA പോണോന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലത്തെ സിറ്റുവേഷൻസ് വളരെ സാമ്പത്തികമായിട്ടും പുറകിലോട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആള് ഇന്നതാണ് പറഞ്ഞേക്കുന്നത്, ആഗ്രഹം CA പോണോന്നാണ്.
അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നത്, നമുക്ക് വിദ്യാഭ്യാസം കുറവാണ്. ഞാൻ 10th വരെ പോയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നമുക്ക് ആ വിദ്യാഭ്യാസം എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അത് അറിയത്തില്ല. അപ്പൊ CAക്ക് പോകണമെങ്കിൽ നമ്മൾ അതിന് എന്താണ് കൂടുതൽ, ഏത് സപ്പോർട്ടിങ് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് വിടേണ്ടത്, അങ്ങനെ എന്തെങ്കിലും മാം പറഞ്ഞു തന്നിരുന്നെങ്കിൽ. +2 കഴിഞ്ഞിട്ട് ഡയറക്ട്ലി ഇപ്പൊ ഈ പറയുന്നത് പോലെ CAയുടെ ഇതിന് പ്രിപ്പയർ ചെയ്യുകയാണോ പ്ലാൻ, അതോ ഒരു ഗ്രാജുവേഷന്റെ ഒപ്പം ചെയ്യുകയാണോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണോ ചെയ്യുകയെന്ന് ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത് ഇപ്പം എടുക്കണമെന്നുണ്ട്. ഓക്കെ, അപ്പം ഈ മാം ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ സാമ്പത്തികം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുവാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികം, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒരു പ്രശ്നമല്ല. കാരണം ഇപ്പോൾ മകനോട് പറയുക, ഡിസംബർ സമയത്ത് CUET എന്ന് പറയുന്ന ഒരു എൻട്രൻസിന് നോട്ടിഫിക്കേഷൻ വരും, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ആ പറയുന്ന എൻട്രൻസിന് അപ്ലൈ ചെയ്യാൻ പറയുക. അത് എഴുതി കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ പറയുന്ന BComന് അല്ലെങ്കിൽ BBA, ഈ പറയുന്ന ഏത് പ്രോഗ്രാം ആണെങ്കിലും താല്പര്യം, ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ഇന്ത്യയുടെ പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റിയിൽ വളരെ തുച്ഛമായ പഠന ചെലവിൽ പഠിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന് കോച്ചിങ്ങിന് പോവുകയും അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ പറയുന്ന എക്സാം നോട്ട് ചെയ്ത് വെക്കുക. ഡിസംബർ സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്ത് എഴുതാനായിട്ട് പറയുക. അപ്പോൾ നമുക്ക് അതൊരു സാമ്പത്തിക ബാധ്യത ഇല്ലാതെ കുട്ടി നല്ല കോളേജിൽ പഠിച്ച് വരുന്നതാണ്. ഓക്കെ ആണോ സീന? ഓക്കെ, താങ്ക് യു. മണിക്കുട്ടൻ പത്തനംതിട്ടയിൽ നിന്ന്. മണിക്കുട്ടൻ സംസാരിച്ചോളൂ മാമിനോട്. മേഡം, ഞാൻ വിളിച്ചത് എന്റെ മോള് +2 പാസ്സായ ആളാണ്. ഓക്കെ. അപ്പം ഹോട്ടൽ മാനേജ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നത്, തുടർന്നുള്ള പഠിത്തം. ഓക്കെ. അപ്പൊ അത് സർക്കാരിന്റെ ഹോട്ടൽ മാനേജ്മെന്റിന്റെ കോഴ്സ് എവിടെയൊക്കെയാണെന്നൊന്ന് പറയാമോ? ഇതിൽ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇതിൽ ഒരു കാര്യം കൂടെ മകളോടൊന്ന് നോക്കാനായിട്ട് പറയാം. കാരണം ഈ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ 2 രീതികൾ, ഒന്ന് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റും ഹോട്ടൽ മാനേജ്മെന്റും ഉണ്ട്. ഇത് രണ്ടും 2 രീതിയിലാണുള്ളത്. അപ്പം ഇതിൻ്റെ രണ്ടും കുട്ടിയോടൊന്ന് നോക്കാൻ പറയണം. എന്നിട്ട് അതിലേതാണ് താല്പര്യം കൂടുതൽ തോന്നുന്നതെന്ന് ഫിക്സ് ചെയ്യണം. രണ്ടാമത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ അഡ്മിഷൻസ് എടുക്കുന്നത് ഒരു എൻട്രൻസ് വഴിയാണ്. ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്താറുണ്ട്. നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജിയുടെ JEE എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതി കഴിഞ്ഞാൽ ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതാണ് ഏറ്റവും, പിന്നെ പുറത്തു പോവുകയാണെങ്കിലും, ജോലിക്ക് പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും അധികം അംഗീകരിക്കപ്പെടുന്ന ഡിഗ്രി ഈ പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയാണ്. അതിന് ഈ എൻട്രൻസ് എഴുതി അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് ഒരു വഴിയായിട്ടുള്ളത്. പിന്നെ അല്ലാണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളും അല്ലാതെ സ്റ്റേറ്റ് ഓണ്ടും ഈ പറയുന്ന കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ലൊരു ജോബ് അല്ലെങ്കിൽ നല്ല ഒരു കമ്പനിയിലോ നല്ല ഒരു ഇതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് എന്താ പറയുന്നത് കുറച്ച് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ പറയുന്ന എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് പറയുക. ക്ലിയർ ആണോ സാർ? അപ്പൊ അതിന്റെ എവിടെയൊക്കെയാണ് അതിന്റെ ഇത് ഉള്ളതെന്നൊന്ന് പറയാമോ മാഡം? അത് നമ്മളുടെ ഇവിടെ കേരളത്തിലും ഉണ്ട്, വേറെ പല സ്റ്റേറ്റുകൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ഇറ്റ് സ്പ്രെഡ് അക്രോസ് ദ എന്താ പറയുന്നത് ഇന്ത്യ, പല ഇതിലായിട്ടാണ് സ്പ്രെഡ് ആയിട്ടിരിക്കുന്നത്. നമ്മുടെ ഇവിടെയും ഉണ്ട്, അതുകൂടാതെ വേറെയുള്ള പല സ്റ്റേറ്റുകളിലും ഉണ്ട്. അത് നമ്മൾ എക്സാം എൻട്രൻസ് എഴുതിയിട്ട് നമുക്ക് ചോയ്സ് കൊടുക്കാവുന്നതാണ് എവിടെ പഠിക്കണം എന്നുള്ളത്. ശരി, വിളിച്ചതിന് നന്ദി. മകൾക്ക് ആശംസകൾ മുന്നോട്ടുള്ള പഠിത്തത്തിന്. അപ്പോൾ എന്തായാലും പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ന്യൂസ് 3യുടെ സമയം 3 മുതൽ 3:30 വരെയാണ്. പക്ഷെ ഒരുപാട് രക്ഷിതാക്കൾ, ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നതുകൊണ്ട് നമ്മൾ 4 മണി വരെ നീട്ടിയിരിക്കുകയാണ്. നമ്മുടെ അതിഥി തുടരും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. നമ്മൾ ന്യൂസ് 3യിൽ നിന്ന് കുട്ടികളുടെ കരിയറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിയർ കോച്ചും കോമ്പറ്റീഷൻ എക്സാം ട്രെയിനറുമായ രമ്യ ഗിരിജ നമുക്കൊപ്പം തുടരുന്നുണ്ട്. നമുക്ക് കോളുകളുണ്ട്. പ്രണത കോഴിക്കോട് നിന്ന്. പ്രണത, ഗുഡ് ഈവനിങ്. സംസാരിച്ചോളൂ മാഡത്തോട്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ബയോടെക്നോളജി കരിയറിൽ ഏത് എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അതിന് മുന്നോട്ട് പോകാൻ പറ്റും? ഇപ്പോൾ +1 ആണോ +2 ആണോ? +1 കഴിഞ്ഞു. +1 കഴിഞ്ഞു. അപ്പോൾ ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡുമായിട്ട് വരുന്ന എക്സാംസ് നമുക്ക് എഴുതാവുന്നതാണ്. അതുകൂടാതെ CUET എന്ന് പറഞ്ഞ് നേരത്തെ ഞാനിപ്പം പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. CUET എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ഉണ്ട്.
ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരി, ഹൈദരാബാദ്, അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ബയോടെക്നോളജി, മൈക്രോബയോളജി, ഇൻ്റഗ്രേറ്റഡ് ലൈഫ് സയൻസ്, ഇൻ്റഗ്രേറ്റഡ് ബയോടെക്നോളജി ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതായത് +2 കഴിഞ്ഞാൽ 5 ഇയർ ഇൻക്ലൂഡിങ് PG നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്കൾ ഈ പറയുന്ന പോലെ CUET എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എഴുതുക. ഈ എൻട്രൻസ് എഴുതുന്ന സമയത്ത് ഡൊമൈൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നിങ്ങൾ +2 പഠിക്കുന്ന സബ്ജക്റ്റ്, അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതും കൂടെ സെലക്ട് ചെയ്യാനായിട്ട് ഓർക്കുക. ഓക്കെ, എക്സാം എഴുതുമ്പോൾ ജനറൽ ടെസ്റ്റ്, ജനറൽ ഇംഗ്ലീഷ് പ്ലസ് ഡൊമൈൻ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ആ എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ പറയും. അപ്പോൾ സയൻസ് നമ്മൾ +2 പഠിച്ചിരിക്കുന്ന ഒരു 3 സബ്ജക്റ്റും കൂടെ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് കേരളത്തിൽ തന്നെ ഇതിന് സ്കോപ്പ് ഉണ്ടോ? ജോലി സാധ്യതയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ബയോടെക്നോളജി കഴിഞ്ഞൊരു കുട്ടിക്ക് നമ്മുടെ ഒരു സ്റ്റേറ്റ്, ഇപ്പോൾ കേരള എന്ന് പറയുന്ന ഒരു കുഞ്ഞ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ കാണാതിരിക്കുക. ജോലി സാധ്യതകൾ എപ്പോഴും പുറത്തേക്കാണ് കൂടുതലായിട്ടുള്ളത്. ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും കൂടുതലുണ്ട്. അതുകൂടാതെ ബയോടെക്നോളജി കഴിഞ്ഞ് ഫർദർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ബയോ ഇൻഫർമാറ്റിക്സോ അങ്ങനെ എന്തെങ്കിലും കൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ ജെനറ്റിക്സോ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പഠിക്കുമ്പോഴും ഇപ്പോൾ ഈ ഗ്രാജുവേഷൻ ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം പല കമ്പനീസും ഈ പറയുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിന് വരാറുണ്ട്. ക്ലിയർ ആണോ പ്രണത? യെസ് മാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ, ഷിബു കൊല്ലത്ത് നിന്നും. ഷിബു സംസാരിച്ചോളൂ. ഹായ് മാഡം, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ഷിബു. ചെറിയ ഡൗട്ട്. ഞങ്ങളിപ്പോ നീറ്റിന്റെ എക്സാം എഴുതിയിട്ട് നിൽക്കുവാണ്. ഓക്കെ. അപ്പം നീറ്റിന്റെ എക്സാം ഇപ്രാവശ്യം ഇച്ചിരി ടഫ് ആയതുകൊണ്ടായിരിക്കണം ആണെങ്കിൽ നമ്മളൊരു ഓപ്ഷണൽ രീതിയിൽ സെലക്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് റെസ്പിറേറ്ററി തെറാപ്പി അല്ലെങ്കിൽ ഒക്കുപേഷണൽ തെറാപ്പി അങ്ങനെയുള്ള ഇത് നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഏതാണ് കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. സാർ, ഈ ഒക്യുപേഷണൽ തെറാപ്പി ഇപ്പം ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലത്തെയുള്ള റെസ്പിറേറ്ററി തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്ന കോഴ്സസ് ഒക്കെ തന്നെ ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സസ് തന്നെയാണ്. പക്ഷേ കുട്ടിക്ക് ഇപ്പോൾ ഈ നീറ്റ് ഇപ്പം നമ്മൾ എഴുതുമ്പോൾ കുട്ടിക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, എന്തിനാണ് നമ്മൾ ആ എക്സാം എഴുതുന്നതെന്നും എന്താണ് കുട്ടി കരിയറായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പം അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആഗ്രഹമുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു റിപ്പീറ്റ് ദ എക്സാമിനേഷൻ. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ അലൈഡായിട്ടുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഒപ്റ്റോമെട്രിയുടെ കോഴ്സസ് ഉണ്ട്, ഇപ്പം BSc ക്ലിനിക്കൽ സൈക്കോളജിയുടെ കോഴ്സസ്, ഇങ്ങനെ കുറേ കോഴ്സസ് അല്ലാതെ തന്നെ വരുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റേഷൻ, അങ്ങനെ കുറേ കോഴ്സസ് ഉണ്ട്. അപ്പം ഇതിലേത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ കുട്ടി എന്തുദ്ദേശിച്ചിട്ടാണ് ഈ നീറ്റ് എഴുതിയത് എന്നുള്ളത് ഇപ്പം എനിക്കറിയില്ല. ഏത് കോഴ്സാണ് ഇപ്പോൾ സപ്പോസ് ഇപ്പം നീറ്റ് എഴുതി, അത് എളുപ്പമായിരുന്നു, അതിന് നല്ല സ്കോർ വന്നിരുന്നെങ്കിൽ ഏത് ഇതാണ് കുട്ടി പ്രിഫർ ചെയ്യുന്നത്? ഇപ്പോൾ എക്സാമ്പിൾ MBBS പഠിക്കണം എന്ന് ആഗ്രഹിച്ചൊരു കുട്ടിയെ ഒക്യുപേഷണൽ തെറാപ്പിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം MBBS ആയേ തീരുമെന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ഒരു ഡ്രീം ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ കുട്ടിക്ക് ഒരു വർഷം സമയം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ല, ഒരു ജോലി സാധ്യത അല്ലെങ്കിൽ ഇപ്പം ഉണ്ടാവുമല്ലോ, MBBS മാത്രമല്ല, ഇപ്പം ഹോമിയോപ്പതി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയുർവേദം അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി വേറൊന്നിലേക്ക് പോകുമ്പോൾ കുട്ടിക്കൊരു ഇമോഷണൽ ഇതുണ്ടാകാം. അപ്പോൾ അത് കുട്ടിയുടെ ഒരു ചോയ്സും കൂടെ സാറ് മനസ്സിലാക്കുക, എന്നിട്ട് അത് ചെയ്യുക. പിന്നെ ഒക്യുപേഷണൽ തെറാപ്പി നല്ലൊരു കോഴ്സാണ്, ഇന്ന് ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ AI ഒക്കെ ഇപ്പോൾ അഡീഷണലി നമ്മൾ കോഴ്സസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഒക്യുപേഷണൽ തെറാപ്പിയിൽ തന്നെ. ഓക്കെ, താങ്ക് യു. തൃശ്ശൂരിൽ നിന്നാണ് അടുത്ത കോളർ. റോയ് സംസാരിച്ചോളൂ. ഹലോ. അതെ, ഹലോ, എന്റെ പെൺകുട്ടി സൈബർ സെല്ല് പഠിക്കാനാണ് ഉദ്ദേശിക്കണേ. ഹലോ, സൈബർ സെക്യൂരിറ്റി ആണോ സർ? അതെ, അതെ, അത് ചെന്നൈയിൽ പഠിക്കാനാണ് ഉദ്ദേശിക്കണേ. ഹലോ, കേൾക്കുന്നുണ്ട്. അപ്പോ അതിന് എന്തൊക്കെയാ അതിന്റെ മാർഗരേഖ? ഓക്കെ സാർ, ഇപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കുറേ മേഖലകളുണ്ട്, നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന പല മേഖലകളുണ്ട്. അപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ലെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന ആൾക്കാരും സൈബർ സെക്യൂരിറ്റിയിലേക്കാണ് ജോബിന്, അവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് കൂടാതെ എത്തിക്കൽ ഹാക്കിംഗ്, ഇങ്ങനെയുള്ള പല മേഖലകളിലേക്ക് ഈ കുട്ടിക്ക് ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇപ്പം എടുക്കുന്ന സമയത്ത് ഫോറൻസിക് സയൻസ് ആണോ എടുത്തിരിക്കുന്നത്? സൈബർ ഫോറൻസിക് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സൈബർ ഫോറൻസിക് കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ റിവ്യൂ ചെയ്തിട്ട് ആ കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്.
ഓക്കെ, അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈബർ ഫോറൻസിക് അല്ലെങ്കിൽ ഫോറൻസിക് സയൻസ്, ഈവൻ സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇങ്ങനെയുള്ള കോഴ്സ് വരുമ്പം ഇത് നമ്മളുടെ സാധ്യതകളെ കുറച്ച് നാരോ ഡൗൺ ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഫർദർ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ധാരണയില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എനി ഗ്രാജുവേറ്റ് എന്നുള്ള നിലയിൽ നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഫർദർ എന്താണ്, ഇപ്പോൾ സൈബർ ഫോറൻസിക്, ഇപ്പോൾ കുട്ടികൾ ചില കോഴ്സസ് സെലക്ട് ചെയ്യുന്നത് ആരും എടുക്കാത്ത കോഴ്സ് സെലക്ട് മീൻസ് അങ്ങനെ എടുക്കുന്നതുമുണ്ട്, ശരിക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കി എടുക്കുന്നതുമുണ്ട്. അപ്പം ഇതിൽ സൈബർ ആൻഡ് ഫോറൻസിക് രണ്ടും രണ്ട് രീതിയിൽ നമുക്ക് കാണാം. സൈബർ ഫോറൻസിക് അതൊരു ബ്ലെൻഡായിട്ട് വരുന്നൊരു സാധനമാണ് സൈബർ ഫോറൻസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുട്ടിയുടെ ധാരണ എന്താണെന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. രണ്ടാമത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇത്രയും കോഴ്സസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിൽ പെർട്ടിക്കുലർലി ഈ കോഴ്സ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തു, എന്തുകൊണ്ട് ചെന്നൈയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് ഇപ്പൊ ഗൈഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സമയത്തിന്റെ പരിമിതിയും എനിക്ക് അറിയില്ല. ഇപ്പൊ 4 സ്ഥാനമുണ്ട് ചെന്നൈ, ചെന്നൈ 4 സ്ഥാനമുണ്ട്. പിന്നെ അവള് ഒരു കൊല്ലം തൃശ്ശൂര് പ്രൈവറ്റ് ആയിട്ട് അതൊന്ന് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് കാരണമാണ് അവൾക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പം എവിടെയാണ് ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ കരിയർ എവിടെയാണ് അദ്ദേഹം കാണുന്നത്, എവിടെ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം? അവൾക്ക് വർക്ക് ചെയ്യാൻ കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യാൻ ആഗ്രഹം. അല്ല, ഞാൻ പ്ലേസ് അല്ല ചോദിക്കുന്നത് സാർ. ഇപ്പം നമുക്ക് പല മേഖലകളുണ്ടല്ലോ, ഇപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ പല പല മേഖലകൾ ഉണ്ടാവുമല്ലോ. അപ്പം ഇതിൽ എങ്ങനെയാണ്, ഇപ്പം പ്രൈവറ്റ് ഫേംസ് ഉണ്ട്, ഗവൺമെന്റ് ഫേംസ് ഉണ്ട്, ഇപ്പം എല്ലാ കമ്പനീസിലും ഇപ്പം ഹാക്കിംഗ് അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സൈബർ സെക്യൂരിറ്റി ഓഫീസേഴ്സ് എല്ലായിടത്തും ഇപ്പോൾ ആവശ്യമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും പെർട്ടിക്കുലർ ഇത് പുള്ളിക്കാരി ഇത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹങ്ങളുണ്ടോ ഇന്ന മേഖലയിൽ വർക്ക് ചെയ്യണമെന്ന്? പോലീസിലേക്ക് കയറാനാണ് കൂടുതൽ താല്പര്യം. ഓക്കെ, അപ്പം പോലീസിലേക്ക് കയറുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ആഫ്റ്റർ ഗ്രാജുവേഷൻ നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എക്സാം എഴുതി നമുക്ക് പോസ്റ്റുകളിലേക്ക് കയറാം, ഇല്ലെങ്കിൽ നമുക്ക് IPS പോലെയുള്ള UPSC എഴുതി നമുക്ക് കയറാം. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ കയറാനാണോ ഉദ്ദേശിക്കുന്നത്, അതല്ലാതെ സൈബർ സെക്യൂരിറ്റി പഠിച്ചിട്ട് അതിൻ്റെ ഓപ്ഷൻ വന്ന് കയറാനാണോ ഉദ്ദേശിക്കുന്നത്? കാരണം ഇത് രണ്ടും രണ്ടാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഡിസ്കഷൻ ഉള്ള ഒരു മേഖലയും അല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിൽ ഇത് വളരെയധികം നമ്മൾ ആലോചിച്ച് ഫിക്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ഇവിടെ സൈബർ സെക്യൂരിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നോക്കിയാൽ അവർ പോലീസിന്റെ ടെസ്റ്റ് എഴുതിയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കയറിയിട്ട് അഡീഷണൽ കോഴ്സസ് ചെയ്ത ആൾക്കാരാണ്. ശരി ശരി, വളരെയധികം നന്ദി വിളിച്ചതിന്. ആര്യ മലപ്പുറത്ത് നിന്ന്. ആര്യ സംസാരിച്ചോളൂ. ഹലോ ഹലോ ആര്യ, പറയൂ. ഞാൻ ഇപ്പൊ +2 കഴിഞ്ഞിട്ട് നിൽക്കാണ്. അപ്പോ പ്രൊഫസർ ലെക്ചറർ ആവണം എന്നുള്ളതാണ് ആഗ്രഹം. ഏത് സബ്ജക്റ്റിലാണ്? കെമിസ്ട്രി. കെമിസ്ട്രിയിൽ. ഓക്കെ. അപ്പോ ഇപ്പൊ കോളേജിലൊക്കെ ആപ്ലിക്കേഷൻ സെൻസിട്ടുണ്ടല്ലോ. അതെ. അപ്പൊ ബെസ്റ്റ് കോളേജ് ഏതൊക്കെയായിരിക്കും? ഇതിൽ കോളേജ് എന്ന് പറയുന്നതിലല്ല, യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. നമ്മൾ ഇപ്പം ഏത് കോളേജിൽ പഠിച്ചാലും നമുക്ക് കിട്ടുന്നത് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ്. താങ്കൾ ഒരു പ്രൊഫസർ ആവുക എന്ന് പറയുമ്പം നല്ല ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രൊഫസർ ആവണം എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം. ഇപ്പോൾ കെമിസ്ട്രിക്ക് ആണെന്നുണ്ടെങ്കിൽ പേഴ്സണലി ഐ ക്യാൻ സജസ്റ്റ് യു ഗോ ഫോർ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയൊക്കെ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു എന്താ പറയുന്നത് ജോബിനുള്ള കരിയർ പ്രോസ്പെക്ട്സ് കൂടുതലാണ്. ഇല്ലെങ്കിൽ NCET എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് BEd പ്ലസ് ഡിഗ്രി പ്രോഗ്രാമാണ്, 4 വർഷത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി പ്ലസ് BEd നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പം അത് കുറച്ചും കൂടെ ടീച്ചിങ്ങിന് ഒരു എക്സ്പോഷർ തരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം അങ്ങനെയുള്ള കോഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് കോളേജസ് ഉണ്ട്. ഇന്ന ഒരു കോളേജ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാർഷ്യൽ അഭിപ്രായമായിരിക്കും. അതെനിക്ക് ഒരിക്കലും സ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ കോളേജിൽ പഠിക്കൂ എന്നുള്ളത്. യൂണിവേഴ്സിറ്റീസ് ഐ ക്യാൻ സജസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സ്റ്റേറ്റ് ഓണിൽ തന്നെ നമുക്ക് കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഓക്കെ. അതുപോലെ തന്നെ എന്താ പ്രൊഫസർ ആവുമ്പോൾ എത്ര ഇയർ എടുക്കും എല്ലാം? അതായത് നമ്മൾ +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് 3 കൊല്ലം നമ്മൾ ഡിഗ്രി ചെയ്യണം, പിന്നെ 2 കൊല്ലം നമ്മൾ PG ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് റിസർച്ച് ചെയ്യണം. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്രൊഫസർ ഇതിലേക്ക് പോകും. അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും നെറ്റ് എഴുതണം, UGC നെറ്റ് എഴുതണം. അപ്പം ഇത്രയും ഒരു മിനിമം ഇയേഴ്സ് ആവശ്യമാണ്.
അതിനു വേണ്ടി. ഓക്കെ ആര്യ, അപ്പോൾ ഒരു വലിയ കടമ്പ മുന്നിലുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, വിളിച്ചതിന് നന്ദി. രമ്യ, നമ്മുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം രമ്യയുടെ ഒപ്പം ഇരുന്ന് ഇത്രയും കേട്ടപ്പോൾ മനസ്സിലാകുന്നത് കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ഒരു വലിയ പ്രധാനപ്പെട്ട ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ വെറുതെ എവിടെയെങ്കിലും എന്തെങ്കിലും പഠിക്കാതെ കൃത്യമായി എന്താണ് പഠിക്കാൻ താല്പര്യമുള്ളത്, അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ന്യൂസ് 3യുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് ഇത്രയും പേർക്ക് ഇത്രയും സംശയങ്ങൾക്ക് മറുപടി കൊടുത്തതിന് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.